അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ നീറ്റ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാവർക്കും നിങ്ങളുടെ മാർക്സും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യൂ കാണും. സോ ബട്ട് സ്റ്റിൽ ചിലരിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ മെഡിസിൻ പഠിക്കുന്ന അതേ സബ്ജക്ട്സ് തന്നെയാണ് ഹോമിയോപ്പതിയിൽ പഠിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. സോ അതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് കാണാം. സോ ലൈക്ക് സ്റ്റിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഇയർ ചുമ്മാ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു സർജൻ ആകണം അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ആകണം എന്നൊക്കെ ഉള്ളൊരു എയിം ഉണ്ടെങ്കിൽ സോ ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്. സോ അങ്ങനെയുള്ളവർക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഒരു മെഡിസിനൽ കോഴ്സ് ആണ് വേണ്ടത്, ഒരു ലൈക്ക് മെഡിക്കൽ ഫീൽഡിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ അതായത് ആയുഷ് കോഴ്സസുകൾ അവൈലബിൾ ആണ്. സോ ആയുഷ് കോഴ്സസിൽ അഡ്മിഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമുക്കൊരു 600+ മാർക്സ് എങ്കിലും വേണം. സോ അവിടുത്തെ ഫീസുകൾ വളരെ കുറവാണ്. സോ ഗവൺമെന്റ് 5 കോളേജസ് ആണ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 5 കോളേജസിൽ ഒന്ന് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് അറ്റ് എറണാകുളം ആൻഡ് ANSS കോളേജ് ഹോമിയോപ്പതി ആൻഡ് ഒരു 1 മോർ കോളേജ് ഉണ്ട്, ശ്രീ വിദ്യാധിരാജ കോളേജ് ട്രിവാൻഡ്രം. സോ ഇത്രയും കോളേജസ് ആണ് ഗവൺമെന്റ് കോളേജസ്. പിന്നെ വന്നിട്ട് ഉള്ളത് ഔട്ട്സൈഡ് കേരളയിലാണ് നിങ്ങൾക്ക് ശ്രമിക്കണമെങ്കിൽ തമിഴ്നാട്, കുലശേഖരം, ചെന്നൈ, സേലം അങ്ങോട്ടൊക്കെ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജസ് അവൈലബിൾ ആണ്. സോ അങ്ങോട്ടുള്ള അഡ്മിഷൻസിന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പത്രം വായിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടായിട്ട് ലൈക്ക് തമിഴ്നാട്ടില് ഒരു അലോട്ട്മെന്റ് പോലെ ലൈക്ക് ഓൾ ഇന്ത്യ കോട്ട ആൻഡ് മാനേജ്മെന്റ് കോട്ട എന്ന് പറഞ്ഞ് നമുക്ക് കൗൺസിലിങ്ങിന് വിളിക്കും. സോ അതിൻ്റെത് നമ്മൾ പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു ഇത് കാണും. ആ ഒരു നമ്മൾ വെബ്സൈറ്റിൽ കയറുക, അതിൽ ഓൾ ഇന്ത്യ കോട്ട ആൻഡ് മാനേജ്മെന്റ് കോട്ട അപ്ലൈ ചെയ്യുക. ഒരു 25,000 രൂപ അടച്ച് ആ ഒരു കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് കിട്ടും. അപ്പൊ അവിടെ കോളേജസുകൾ അവൈലബിൾ ആണ്. സോ നമ്മൾ പറയുന്ന കോളേജസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അവിടെ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഓൾ ഇന്ത്യ കോട്ടയിൽ 15 സീറ്റാണ് വരുന്നത്. സോ ഇന്ത്യയിൽ കിട്ടിയില്ല എങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ, ഓൾ ഇന്ത്യ കിട്ടിയില്ല എങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിൽ 1,30,000 രൂപയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. മാനേജ്മെന്റ് ആണെങ്കിൽ 2,25,000 രൂപയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. സോ തമിഴ്നാട് ലൈക്ക് ഔട്ട്സൈഡ് കേരള കോളേജസ് വന്നിട്ട് വെങ്കടേശ്വര കോളേജ് ഇൻ ചെന്നൈ ആണ് ഫസ്റ്റ് മോസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്. ഈ ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ആണ് എല്ലാവരും കോമൺ ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജ്. പിന്നെ ചെന്നൈയിൽ ഒരുപാട് ആൾക്കാർ ലൈക്ക് ഓപ്റ്റ് ചെയ്യും. പിന്നെ വേറെ വൈറ്റ് മെമ്മോറിയൽ വരും, മരിയ വരും. ഇതെല്ലാം ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഔട്ട്സൈഡ് കേരളയാണ്. അപ്പം മാനേജ്മെന്റും ഓൾ ഇന്ത്യ കോട്ടയും ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഔട്ട്സൈഡ് കേരളയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. സോ സ്റ്റിൽ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ നീറ്റിന്റെ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അതാണ് ഇവിടെ നിർബന്ധം. നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിലാണോ മാനേജ്മെന്റിലാണോ കിട്ടുന്നത് ഡിപ്പെൻഡ്സ് ചെയ്ത് ഇരിക്കും. സോ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട് വെബ്സൈറ്റിൽ കയറി ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകാൻ പറ്റും. 2 ദിവസത്തെ കൗൺസിലിംഗ് ആയിരിക്കും. ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും കൗൺസിലിംഗ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഔട്ട്സൈഡ് കേരളത്തിൽ പഠിക്കാനുള്ള അവൈലബിലിറ്റി ഒരുപാട് കൂടുതലാണ്. സോ നിങ്ങൾ അതുകൊണ്ട് നീറ്റ് കിട്ടിയില്ല എന്നുള്ളത് അല്ലെങ്കിൽ നീറ്റ് എനിക്ക് മെഡിസിൻ കിട്ടിയില്ല, MBBS കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. MBBS പഠിക്കുന്ന അതേ സബ്ജക്ട്സ് തന്നെയാണ്, മെഡിസിൻസ് മാത്രമേ വേരി ചെയ്യുന്നു. പക്ഷെ സ്റ്റിൽ നിങ്ങൾ പഠിക്കാൻ വരുന്നതിന് മുന്നേ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയാം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആയുർവേദ ആയാലും ഹോമിയോ ആണെങ്കിലും യുനാനി ആണെങ്കിലും ഇത് എന്താണ് ഇതിനെ പറ്റിയൊരു തറ വ്യൂ ഉണ്ടായിട്ട് വന്ന് ഇൻട്രസ്റ്റോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ആ ഒരു ഫീൽഡിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റും. സോ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ കണ്ടിന്യൂസ് ആയിട്ട് പത്രങ്ങൾ നോക്കുക, വെബ്സൈറ്റ്സുകൾ നോക്കുക, എന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ
പോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. എന്ന് പറഞ്ഞ് ഞാൻ ഈ കോളേജുകൾ ശാരദാകൃഷ്ണ ആണെങ്കിലും നിങ്ങൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് പോയി അന്വേഷിച്ചാലും അവര് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടുള്ളതൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ്സിലൊക്കെ കയറി നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും ആയിരിക്കും. സോ പക്ഷെ അത് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങളത് ചെയ്യണം. സോ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക, അതിനെപ്പറ്റി അതിനെപ്പറ്റി ഒന്ന് ലൈക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ ലിങ്കിലേക്ക് കയറി അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ കൗൺസിലിങ്ങിന് പോയി നിങ്ങളൊരു ഗുഡ് ഹോമിയോപ്പത്തായിട്ട് വരട്ടെ. താങ്ക് യു.